വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം കരേറ്റുന്നു. നിങ്ങൾക്ക് ഞാൻ വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് നമ്മൾ ദൈവവചനത്തിലെ അല്ലെങ്കിൽ പഴയ നിയമ കഥാപാത്രങ്ങളിൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന പിതാക്കന്മാരിൽ ഒരുവനായിരിക്കുന്ന യാക്കോബിനെക്കുറിച്ച് ചില പരമാർത്ഥങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാനാണ്. യാക്കോബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്കവരുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത, താനൊരു ഉപായിയാണ്, അപ്പനെ വഞ്ചിച്ചു, ചേട്ടനെ ചതിച്ചു, ലാബാൻ്റെ അടുത്ത് പോയി തൻ്റെ സാമർഥ്യങ്ങൾ കാണിച്ചു, താൻ ക്രൂക്കഡായി ഇടപെട്ടു എന്നൊക്കെ ചിന്തിക്കുന്നത് ചില പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവജനത്തിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമാകും ആ വ്യക്തി. പലപ്പോഴും പ്രസംഗങ്ങളിലൂടെ നമ്മൾ അവതരിപ്പിച്ചതിലൂടെ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശുദ്ധനാണ് പഴയ നിയമ പിതാക്കന്മാരിൽ അഗ്രഗണ്യനായിരുന്ന യാക്കോബ്. എന്നാൽ ദൈവവചനം എന്താണ് യാക്കോബിനെക്കുറിച്ച് പറയുന്നത് എന്നും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ജീവിതചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് താനൊരു ഉപായി ആയിരുന്നോ അതോ ഒരു വിശുദ്ധനായിരുന്നോ എന്ന് അല്പസമയം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. യാക്കോബ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലേക്ക് വരുന്നത് ഉപായി എന്നാണ്. യഥാർത്ഥത്തിൽ യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം ഉപായി എന്നാണോ? ഹീബ്രു ലെക്സിക്കനിൽ അത് എഴുതിയിരിക്കുന്നത് ഉപായി എന്നല്ല. എഴുതിയിരിക്കുന്നത് സപ്ലാന്റർ, പകരക്കാരൻ, കുതികാൽ പിടിക്കുന്നവൻ. ഒരകന്ന അർത്ഥമുണ്ട് ഉപായി എന്ന്. എന്നാൽ നാം എന്ത് ചെയ്തു? നമ്മുടെ വ്യാഖ്യാനം നമ്മുടെ ചിന്തകൾക്കനുസരിച്ചായി. നമ്മളുടെ പ്രസംഗകരെല്ലാം ഉപായി എന്ന് പേര് കൊടുത്തു. യാക്കോബ് എന്ന് കേൾക്കുന്ന ഉടനെ നമ്മൾ ഉപായി എന്നാണ് പറയുന്നത്. എന്നാൽ ദൈവം അവന് ഉപായിയായിട്ടല്ല കണ്ടത്. തൻ്റെ പിതാവ് കണ്ടപ്പോൾ കുതികാൽ പിടിക്കുന്നവനായി കണ്ടുവെങ്കിൽ ദൈവം അവനെ കണ്ടത് വാഗ്ദത്ത സന്തതിയായിട്ടാണ്. ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം കാണുന്നത് പോലെ നീ നിന്നെ തന്നെ കാണുവാനാ, നീ നിന്നെ തന്നെ അറിയുവാനാ. അങ്ങനെയെങ്കിൽ യാക്കോബിനെ പോലെ ജീവിതം മാറ്റിമറിക്കുന്ന, ചരിത്രത്തെ തിരിക്കുന്ന ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. സംഖ്യാപുസ്തകം 23:21 ഇങ്ങനെയാണ് വായിക്കുന്നത്: യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിക്കുവാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടി ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. അതിൻ്റെ 23 പറയുന്നത്: ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. വ്യക്തമായി പറഞ്ഞിരിക്കുക, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഫലിക്കുകയില്ല. അതിന് കാരണം എന്താ? തൊട്ട് മുകളിൽ പറയുന്നത് യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. എന്നാൽ അത് വിക്കഡ്നെസ് എന്നാണ് ചില ട്രാൻസ്ലേഷനിൽ. ദുഷ്ടത ദർശിപ്പാനുമില്ല. അപ്പോൾ യാക്കോബിൽ ഒരിക്കലും തിന്മയും കണ്ടിട്ടില്ല, യാക്കോബിൽ ദുഷ്ടതയും കണ്ടിട്ടില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. എന്നാൽ ചില വാക്യം കൂടെ നമുക്ക് യെശയ്യാപ്രവചനത്തിൽ നോക്കാം. എന്താണ് ദൈവവചനം പറയുന്നത്? യെശയ്യാപ്രവചനം 44 അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കാം. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യശൂരനെ നീ ഭയപ്പെടണ്ട. ജഷുരൂൻ അർത്ഥം റൈച്ചസ് വൺ, നീതീകരിക്കപ്പെട്ടവൻ. ഞാൻ തിരഞ്ഞെടുത്തവൻ, ഞാൻ നീതീകരിച്ചവനാണ് യാക്കോബ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതിൻ്റെ തന്നെ 43 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 4 വാക്യത്തിൽ: നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഇവിടെ പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അത് കൂടാതെ നമ്മൾ പ്രവചനത്തിൻ്റെ അവസാന ഭാഗം മലാഖിയിലേക്ക് വരുമ്പോൾ
പറയുന്ന കാര്യമുണ്ട്. മലാഖി പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏശാവ് യാക്കോബിൻ്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്നേഹം തോന്നിയത് യാക്കോബിനോടാണ്. അടുത്തത് നമ്മൾ കാണുന്നത് റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടനിമിത്തം വരേണ്ടതിന്. തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം. ഇവിടെ പരമപ്രധാനമായിട്ടുള്ളത്, ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു. യാക്കോബ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി തൻ്റെ മാതാപിതാക്കളാൽ നിയോഗിക്കപ്പെട്ടവനുമാണ്. നാം ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മുഴു പശ്ചാത്തലത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തികളെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും പഠിക്കുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ ബോധ്യം വരും. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം വാഗ്ദത്തം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ വായിക്കുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ഈ വാഗ്ദത്തം യഥാർത്ഥത്തിൽ വരുവാനുള്ള യേശുവിനെ കുറിച്ചാണ് എന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. സ്ത്രീയുടെ സന്തതി കർത്താവാണല്ലോ. എന്നാൽ ഓർക്കണം, പാപമില്ലാത്ത അവസ്ഥയെ തിരിച്ചറിഞ്ഞത് ആദമും ഹവ്വയുമാണ്. പാപത്തിൻ്റെ അഭീകരത്വവും ഭയാനകത്വവും മനസ്സിലാക്കിയത് അവരാണ്. എന്നാൽ അവർക്ക് ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്, ഈ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയായി. കയീൻ ജനിച്ചപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഈ സന്തതിയാണെന്ന്. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറയുന്നു. വീണ്ടും തുടർന്ന് നമ്മൾ കാണുമ്പോൾ പുരുഷന്മാർ ജനിക്കുമ്പോഴൊക്കെ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇവനാണ് ഞാൻ വാഗ്ദത്ത സന്തതി. എന്നാൽ കാലങ്ങൾ ചെല്ലുമ്പോൾ നമുക്കറിയാം, തുടർന്ന് നോഹയുടെ കാലഘട്ടം വന്നത് നമുക്കറിയാം. എന്നാൽ അതിനുശേഷം നിമ്രോദിൻ്റെ കാലഘട്ടം വന്നു. മനുഷ്യർ ദൈവത്തിൽ നിന്നാകുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, അവസരങ്ങൾ കൊടുത്തെങ്കിലും എപ്പോഴും അകന്നുകൊണ്ടേയിരുന്നു. ദൈവം അബ്രഹാമിൻ്റെ കാലമായപ്പോൾ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിന് വാഗ്ദത്തം നൽകി, നിൻ്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതിയാൽ ലോകത്തുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ നമുക്ക് കാണുന്നുണ്ട്, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പറയുകയാണ്, സന്തതി എന്ന് പറയുന്നത് ഏകനെക്കുറിച്ചാണ്, അത് ക്രിസ്തു മൂലമാണ്. ക്രിസ്തുവിലൂടെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. അതേസമയം തന്നെ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തപ്പോൾ അബ്രഹാം പ്രതീക്ഷിച്ചിരുന്നത് തലമുറകളായി പാരമ്പര്യമായി വന്നു വരുന്ന തൻ്റെ വാഗ്ദത്തമാണ്, തൻ്റെ പുത്രൻ, അതാണ് വാഗ്ദത്ത സന്തതി. തീർച്ചയായിട്ടും ഇസഹാക്കിനോട് അത് പറഞ്ഞിട്ടുണ്ട്, ഇസഹാക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, ഇസഹാക്കിൻ്റെ ഭാര്യയായിരിക്കുന്ന റെബേക്ക മച്ചിയായിരുന്നു. മക്കളുണ്ടായില്ല. എന്നാൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യഹോവ അവളുടെ ഗർഭം തുറന്നു, അവൾക്ക് പുത്രന്മാരുണ്ടായി. എന്നാൽ യാക്കോബിൻ്റെ ജനനത്തിങ്കിൽ തന്നെ നമുക്കറിയാം, വലിയ പ്രശ്നം അവൾ ഉദരത്തിൽ അനുഭവിച്ചു. കുഞ്ഞുങ്ങൾ തമ്മിൽ ഉള്ള പ്രശ്നത്തെ തിരിച്ചറിഞ്ഞു, അസ്വസ്ഥ ഉണ്ടായി. അപ്പോൾ അവൾ യഹോവയോട് പോയി ചോദിച്ചു. അന്ന് ദൈവത്തോട് മാത്രമേ ചോദിക്കാനുള്ള സാഹചര്യമുള്ളൂ. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു പിക്ചർ അവർക്ക് കൊടുത്തു. എന്താണ്? 2 ജാതി നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇളയവനാണ്. അപ്പോൾ റെബേക്കയ്ക്ക് അത് പൂർണ്ണ ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും ഇസഹാക്കിനോടത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഗ്ദത്ത സന്തതി ദൈവം ഉദ്ദേശിക്കുന്നവൻ യാക്കോബാണെന്ന് ഇവർക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഈ വാഗ്ദത്തത്തിൽ നിലനിർത്തേണ്ടത് ആരാണ്? ഇസഹാക്കാണ് നിലനിർത്തേണ്ടത്. എന്നാൽ കാലമായി, പ്രായമായി, താൻ മരണത്തോടടുക്കുന്ന സമയത്ത് തൻ്റെ കൊതി, ഇസഹാക്ക് ഇപ്രകാരമായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു, എന്നാൽ എൻ്റെ മകനായിരിക്കുന്ന ഏശാവിനെ ഞാൻ അനുഗ്രഹിക്കണ്ടേ? അതുകൊണ്ട് അവനെ അനുഗ്രഹിക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, പ്രത്യേക നിയോഗത്തിന് വേണ്ടി ആക്കി വച്ചിരിക്കുന്ന യാക്കോബിൻ്റെ ജീവിതത്തിൽ തന്നെ കരുതേണ്ട അപ്പൻ, തന്നെ അതിനുവേണ്ടി
ഉത്ബോധിപ്പിക്കേണ്ട അപ്പൻ തന്നെ അവസരത്തെ കളയുക ചെയ്തത്. എന്നാൽ നമുക്കറിയാം, ദൈവം ഒരുവനെ വിളിച്ച ഒരു പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നുവെങ്കിൽ എത്ര പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും എത്ര പ്രതിസന്ധികളുടെ മധ്യത്തിലും അത് നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. എഫെസ്യ ലേഖനം 1:3 നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, ഉലക സ്ഥാപനത്തിനു മുൻപേ ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു, നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് വേണ്ടിയാണ് അതാക്കി വച്ചിരിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശ്യമുണ്ട്. ഉദ്ദേശ്യമുള്ളപ്പോൾ അത് പൂർത്തീകരിക്കാതിരിപ്പാൻ, അത് സാർത്ഥകമാകാതിരിക്കുവാൻ എതിർപ്പുകൾ, പ്രശ്നങ്ങൾ വരാം. ആരിൽ നിന്ന് വരാം? ഏറ്റവും കരുതേണ്ടവരിൽ നിന്ന് വരാം. എന്നാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഇസഹാക്ക് യേശാവിനെ അനുഗ്രഹിക്കുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അവിടെ വലിയൊരു പ്രശ്നം ഉടലെടുക്കുന്നത്, റിബേക്കയ്ക്ക് തീർച്ചയായിട്ടും അറിയാം ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യാക്കോബ. അതുകൊണ്ട് റിബേക്ക പറയുക, ആ ശാപം എൻ്റെ മേൽ വരട്ടെ മകനെ, ഞാനത് ഏറ്റെടുത്തോളാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇസഹാക്ക് യേശാവിനെ അനുഗ്രഹിച്ചാലും യാക്കോബിൻ്റെ അനുഗ്രഹത്തിനൊരു തടസ്സം ഉണ്ടാകത്തില്ലായിരുന്നു. ഇനിയല്ല, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഈ റിബേക്ക സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ അവരത് ചെയ്തു. ഒരർത്ഥത്തിൽ റിബേക്ക എന്ത് ചെയ്ത? ദൈവിക പദ്ധതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് പറയാം. എന്നാൽ ദൈവത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല. എന്നാൽ അവിടെ രസകരമായ നമുക്ക് യേശാവിനെക്കുറിച്ച് കാണുന്ന 1-2 കാര്യങ്ങളുണ്ട്. യേശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യരായിരിക്കുന്ന 2 സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഭാര്യമാരായി തൻ്റെ കൂടെ താമസിക്കുവാൻ ആരംഭിച്ചു. ഒരേ പ്രായത്തിൽ ഒരേ കാലത്ത് ജനിച്ചവരാണ്. എന്തുകൊണ്ട് യാക്കോബ് അത് ചെയ്തില്ല? ഞാൻ വിശ്വസിക്കുന്നത്, അവനോട് അപ്പൻ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്, നിന്നെക്കുറിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട്, നീയാണ് ആ സ്ത്രീയുടെ സന്തതിയായി വരുവാൻ പോകുന്നത്, നിന്നിൽ നിന്നാണ് രക്ഷകൻ വരേണ്ടത് എന്നവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ശാന്തശീലനായി ഭവനത്തിൽ ഒതുങ്ങിയവനായിരുന്നു. എന്നാൽ ആ പ്രായമായപ്പോഴേക്കും യേശാവാരായി, വലിയ വില്ലാളിയായി, നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ വലിയ ഗുണ്ടാനേതാവെന്ന് പറയത്തക്ക രീതിയിൽ ആ ദേശത്ത് അറിയപ്പെടുന്നവനായി തീർന്നു ഈ യേശാവ്. എന്നാൽ അവിടെ രസകരമായിരിക്കുന്ന ഒരു സംഭവം, യേശാവ് വേട്ടയാടി വന്നപ്പോൾ അവൻ വളരെ ക്ഷീണിച്ച് ഭക്ഷണം അവന് ലഭിച്ചില്ല. അവൻ്റെ കൊതിയെ, അവൻ്റെ വിശപ്പിന് കാരണം അവൻ യാക്കോബിനെ അപ്രോച്ച് ചെയ്തപ്പോൾ യാക്കോബ് പറഞ്ഞ ജ്യേഷ്ഠാവകാശങ്ങൾ കൊടുക്കാൻ. ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ദൈവിക വാഗ്ദത്തമാണ്. എന്താണ്? നീയാണ് ജ്യേഷ്ഠൻ, നിന്നിലൂടെയാണ് സന്തതി വരേണ്ടത്. അപ്പോൾ ഈ വാഗ്ദത്തം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന യാക്കോബ് അവനുടനെ ദൈവിക പദ്ധതിയിലല്ലാതെ അത് അടിച്ചു മാറ്റുവാനായിട്ട് ശ്രമിച്ചു. പ്രിയ ദൈവത്തിലെ, ഈ സമയത്ത് നിന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇതിൽ ഉള്ള ദൂത് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. നിന്നെ കരുതേണ്ടവരും നിന്നെ പുലർത്തേണ്ടവരും നിന്നെ സഹായിക്കേണ്ടവരും എതിരെ നിന്നാലും ദൈവം അത് പൂർത്തീകരിപ്പാൻ വിശ്വസ്തനാണ്. ഇവിടെ യേശാവിനെ കുറിച്ച് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ കാണുന്നത് അവൻ അഭക്തനായിരുന്നു എന്നുള്ളതാണ്. ശരിയാണ്. യേശാവ് എന്ത് ചെയ്തു? യേശാവ് അവൻ്റെ പ്രിവിലേജസ്, പ്രത്യേക അവകാശങ്ങളെ, ജ്യേഷ്ഠാവകാശം പൗരോഹിത്യ അവകാശമാണ്, അവൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ലഭിക്കേണ്ടതാണ്, സകലത്തിനും അധികാരിയായിരിക്കുന്ന യേശാവ് നിസാരമായിരിക്കുന്ന വിശപ്പിന് മുൻപിൽ അവനത് മറന്നു കളഞ്ഞു. എന്നാൽ ഈ ഇസഹാക്കിൻ്റെ ഭവനത്തെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയേ. ഇസഹാക്കിൻ്റെ പിതാവായിരുന്ന അബ്രഹാമിൻ്റെ വീട്ടിൽ 318 അഭ്യാസികൾ തന്നെ ജനിച്ചു വളർന്നവരുണ്ടായിരുന്നു. 5 രാജാക്കന്മാർക്കെതിരെ പോരാടിയവരാ. മാത്രമല്ല, ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 26:12, 13, 14 വാക്യങ്ങൾ കാണുന്നത് അവൻ മഹാധനവാനായിരുന്നു. അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ വലിയ പവർഫുൾ, ശക്തിയുള്ളവരായിരുന്നു. രാജാവ്, ഫെലിസ്തീയ രാജാവ് ഭയപ്പെടത്തക്ക രീതിയിൽ ഇസഹാക്ക് ശക്തനായിരുന്നു. ഇത്രയും വലിയ ഒരു കുടുംബം, ആയിരക്കണക്കിന് ആളുകൾ പാർക്കുന്ന, അന്ന് കുടില് കെട്ടിയായിരിക്കുമല്ലോ ആളുകൾ താമസിച്ചിട്ടുണ്ടാകുക. തങ്ങളുടെ നേതാവിൻ്റെ വലിയ കൊട്ടാരത്തിന് പോലെയുള്ള കുടിലിന് ചുറ്റും, അല്ലെങ്കിൽ ടെൻറ്റിന് ചുറ്റും, കൂടാരത്തിന് ചുറ്റും മറ്റുള്ളവർ പാർത്തിട്ടുണ്ട്.
ഇത്രയും ക്ഷീണിതനായി വരുന്ന ഏശാവിന് ഈ ഭവനങ്ങളിലൊന്നും കഴിക്കാൻ ലഭിച്ചില്ലെന്നാണോ ചിന്തിക്കുന്നത്? അവനത് വിഷയമല്ലായിരുന്നു. അവൻ ജഡീകമായിരിക്കുന്ന അല്ലെ വിശപ്പിൻ്റെ മുൻപിൽ മണക്കുന്നതായ പായസത്തിൻ്റെ മുമ്പിൽ തൻ്റെ അവകാശത്തെ, അധികാരത്തെ അവൻ മറന്ന് നിസാരമാക്കി കളഞ്ഞു, അഭക്തനാക്കി കളഞ്ഞു. ഉത്തരവാദിത്വവും അവകാശങ്ങളും നിയമപരമായി ലഭിച്ച ഏശാവാകട്ടെ അത് നിസാരമാക്കി കളഞ്ഞു. ഇതിലൂടെ ദൈവം നമ്മളോട് അറിയിക്കുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പദവി, ദൈവമക്കളെന്നുള്ള പദവി, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന അവകാശങ്ങൾ നൈമിഷികമായിരിക്കുന്ന ജഡീക സുഖങ്ങൾക്ക് മുമ്പിൽ നിസാരവൽക്കരിച്ച് നിഷേധിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ ജീവിച്ച യാക്കോബാകട്ടെ അവൻ അപ്പൻ്റെയും അമ്മയുടെയും ഓമനയായി അവിടെ വളർന്നു. കാരണം അവനൊരു പ്രതീക്ഷയുണ്ട്, ഞാൻ സാധാരണക്കാരനല്ല, ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ച് എൻ്റെ ജനനത്തിന് മുൻപേ ആക്കി വെച്ചതാണെന്നുള്ളൊരു ബോധ്യം യാക്കോബിനുണ്ടായിരുന്നു. എന്നാൽ ഓർക്കുക, നമ്മളെയും ജനിക്കുന്നതിന് മുൻപേ, പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപേ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്ത് ദൈവം ആക്കിയിരിക്കുന്നുവെങ്കിൽ അവന് നമ്മളെക്കുറിച്ച് വലിയ കൊതിയുണ്ട്, ദൈവത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ദൈവം വിളിച്ച വിളിയിൽ നിലനിൽക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ ഇങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ, ദൈവീക പദ്ധതിയിൽ നിലനിൽക്കുന്നവനെ ഒരൊറ്റ ദിവസം കൊണ്ട് അവന് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു, പ്രത്യാശകളും തകർന്നു. അവനൊരൊറ്റ ഓട്ടമാണ്. ബേർഷേബയിൽ നിന്നും ഹാരാൻ വരെ അവനോടി. ഏറെക്കുറെ 900 മൈൽ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ അവനോടി. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഓർത്ത് നോക്ക്. അധികം മനുഷ്യരില്ല, കാട്ടുമൃഗങ്ങൾ ഉള്ള ആ സാഹചര്യത്തിൽ അമ്മയുടെ ഓമനയായി ഇത്രയും ഒരു രാജകൊട്ടാരം പോലെയുള്ള ആ സാഹചര്യത്തിൽ അന്നത്തെ അനുസരിച്ച് ഒരു ഓമന കുമാരനായിരുന്ന യാക്കോബ് ഇറങ്ങിയ ഒരു ഓട്ടമാണ്. ആ ഓടുന്ന യാക്കോബിൻ്റെ വികാരങ്ങളെ ഓർത്ത് നോക്കുക, അവൻ്റെ ചിന്തകളെ ഓർത്ത് നോക്കുക. അവൻ വിശ്വസിക്കുന്നത്, ദൈവം എന്നെ വിളിച്ചു, വലിയൊരു പദ്ധതിക്ക് വേണ്ടി എന്നെ ആക്കി, ആ വിളിയിൽ ഞാൻ നിന്നു. എൻ്റെ ജ്യേഷ്ഠൻ അതേ സമയത്ത് മറ്റ് പെൺകുട്ടികളുമായി വന്ന് താമസം തുടങ്ങി. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം എൻ്റെ ദൗത്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ അനുസരിച്ച് ജീവിച്ചു. എന്നാൽ ഇതാ വാഗ്ദത്തങ്ങളെല്ലാം കാറ്റിൽ പറത്തി. ജീവന് വേണ്ടി ഓടുന്ന യാക്കോബിൻ്റെ ചിന്തകൾ, വികാരങ്ങൾ എന്തായിരിക്കാം? പ്രിയ ദൈവത്തിലെ, നിൻ്റെ ജീവിതത്തിലും പല ചിന്തകളുണ്ടായിരിക്കാം. ദൈവിക വാഗ്ദത്തങ്ങൾ എവിടെയെന്ന് നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പലതും ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ടാകാം. എന്നാൽ നിന്റെ നെടുവീർപ്പുകൾ പോലും വലിയ ശബ്ദത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേർക്കുന്ന രീതിയിൽ സ്വീകരിക്കുന്ന ഒരു പിതാവിനെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് തുടർന്ന് കാണുവാൻ കഴിയുന്നത് ലൂസിൽ വന്നു. ലൂസിൽ യാക്കോബ് എന്ത് ചെയ്തു? അവൻ മയങ്ങി, രാത്രിയായി, അവൻ കിടന്നുറങ്ങി. അവൻ്റെ ഹൃദയത്തിലെ ചിന്തകൾക്ക്, വികാരങ്ങൾക്ക്, അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇതാ രാത്രിയിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം എത്തുന്ന ഗോവണിയിലൂടെ ദൂതന്മാർ മറുപടിയായി ഇറങ്ങി വന്നു. അങ്ങനെ നാം സേവിക്കുന്ന ദൈവം നമുക്ക് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് മറുപടിയായി ഇറങ്ങി വരുവാൻ ദൈവം വിശ്വസ്തനാണ്. അവിടെ യാക്കോബ് എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്, വളരെ ശക്തമായിരിക്കുന്ന അവൻ്റെ സ്വഭാവത്തെ അതിൽ നിന്ന് നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയും. ഈ സ്വപ്നത്തിലൂടെ യാക്കോബിനോട് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ ദൈവം നേരിട്ട് ഉടമ്പടിയെ പുതുക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ ക്രൈസിസിൻ്റെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. നിന്നെ കരുതുന്ന, സ്നേഹിക്കുന്ന കർത്താവിന് ചില ഇടപെടലുകൾ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിസന്ധി അതിനായി മാറ്റി തീർക്കുവാൻ ദൈവം കൊതിക്കുന്നുണ്ട്. ഇവിടെ യാക്കോബ് ഉടമ്പടി എടുത്ത് ദൈവത്തിന് മുമ്പിൽ 3 കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒന്ന്, എൻ്റെ യാത്രയിൽ നീ എന്നോട് കൂടെ ഇരിക്കണം. 2, എനിക്ക് ഉടുക്കുവാൻ വസ്ത്രവും ഭക്ഷിപ്പാൻ ആഹാരവും തരണം. 3, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ സമാധാനത്തോടുകൂടി കൊണ്ടുവരണം. ഓർക്കുക, യാക്കോബിന് വലിയ പ്രതീക്ഷകളില്ല. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. എന്തിനു വേണ്ടിയാണ് യാക്കോബ് അങ്ങോട്ട് പോകുന്നത്? 28-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നാം കാണുന്നുണ്ട്, തൻ്റെ മാതാവും പിതാവും യാക്കോബിനെ വിളിച്ചിട്ട് പറയുക, നിന്റെ ജ്യേഷ്ഠൻ ഈ ഹിത്യ സ്ത്രീകളെ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സൗകര്യവുമില്ല. നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ ഭവനത്തിൽ ചെന്ന് അവരിൽ നിന്ന്
ഒരാളെ വിവാഹം ഏറ്റെടുക്കണം. കാരണം എന്താ? നീ വാഗ്ദത്ത സന്തതിയാണ്. നിന്നിലൂടെ വാഗ്ദത്ത സന്തതി വരണം. നിൻ്റെ മേലൊരു വിളിയുണ്ട്, നിനക്കൊരു ദൗത്യം പൂർത്തീകരിക്കുവാനുണ്ട്. അതുകൊണ്ട് ദൈവം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ച് അവനെ പറഞ്ഞയക്കുക. അപ്പോൾ യാക്കോബിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒന്ന്, ജീവനുകൊണ്ട് രക്ഷപ്പെടണം. രണ്ട്, അപ്പൻ്റെയും അമ്മയുടെയും ആ വാഗ്ദത്തം അവരേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കണം. അങ്ങനെ ഒരുപക്ഷെ മാസങ്ങൾ, നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കുന്നത് രാവിലെ ഓടി രാത്രി ഉറങ്ങി പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അങ്ങ് ചെന്നെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. മാസങ്ങൾ നീണ്ട യാത്ര. എന്തെല്ലാം പ്രതികൂലങ്ങൾ അവിടെ സംഭവിച്ചെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന്, അവൻ ഉറച്ചുകൊണ്ടുള്ള യാത്രയാണെന്ന് ഞാൻ വിശ്വസിക്കുക. എന്നാൽ യാക്കോബിന് ഒരു പ്രത്യേക ഒരു ഉടമ്പടി അവിടെ പുതുക്കുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇത് നിന്റെ ആലയമായി മാറും. എന്നെ ക്ഷേമമായി മടക്കി വരുത്തിയാൽ. ആലയം എന്നൊരാശയം ആദ്യമായി പറയുന്നത് യാക്കോബ. നീ എന്നെ ക്ഷേമമായി മടക്കി വരുത്തിയാൽ ഈ ലൂസ് ഒരു ബഥേലായിരിക്കുന്ന ഇത് നിന്റെ ആലയമായി മാറും. രണ്ട്, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ ദശാംശം നൽകും. അബ്രഹാം ദശാംശം കൊടുത്ത് അവന് ശീലമുണ്ട്. ഇസ്ഹാക്ക് സ്വാഭാവികമായിട്ടും കൊടുത്ത് യാക്കോബിനറിയാം. എന്നാൽ യാക്കോബിയുടെ ദൈവമായിട്ട് ഉടമ്പടി എടുക്കുകയാണ്. നീ എന്നെ മടക്കി വരുത്തിയാൽ എനിക്കുള്ള സകലത്തിലും ഞാൻ ദശാംശം നൽകും. അങ്ങനെ യാത്ര തുടർന്ന യാക്കോബ് ആഴ്ചകൾ മാസങ്ങൾ എടുത്ത് അവൻ ഹാരാനിലെത്തി. 29 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ നാം കാണുന്നത്, റാഹേലിനെ കണ്ടു. റാഹേല് തൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകളാണെന്ന് ബോധ്യമായി. അവൻ അവളെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു. അവനുണ്ടായ ആ വികാരത്തെ ഓർത്തു നോക്ക്. ജീവിതത്തെ ഒരു ഉറപ്പുമില്ലാതെ ഭയപ്പെട്ട് ഓടിയ യാക്കോബ്, അനേക മരണങ്ങളെ മുമ്പിൽ കണ്ട യാക്കോബ് അവസാനം തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ന് അവന് ബോധ്യമുണ്ടായി. നമ്മളാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ കാണുമ്പോൾ നമ്മൾ ആലിംഗനം ചെയ്യും. ഇതുപോലെ യാക്കോബ് അവിടെ സന്തോഷിച്ചു. അങ്ങനെ അവൻ അവിടെ ചെന്നു. പിന്നെ വരുമ്പോൾ നമ്മൾ 30 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ ലാബാൻ ഒരു കാര്യം മനസ്സിലായി. ലാബാൻ പറയുക, ഇവനോടുകൂടെ യഹോവയുണ്ട്. ഇവൻ എൻ്റെ ഭവനത്തിൽ പാർത്തുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. എത്ര നാൾ കൊണ്ട്? ഒരൊറ്റ മാസം കൊണ്ട്. യാക്കോബ് ചെന്ന് കയറിയ ഒരൊറ്റ കാരണത്താൽ ലാബാൻ അനുഗ്രഹമുണ്ടായത് അവൻ തിരിച്ചറിഞ്ഞു. ദൈവത്തിലെ ഇത് യാക്കോബിൽ നിന്ന് നമ്മളോട് വിളിച്ചു പറയുന്നത്, ദൈവിക പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവൻ, ദൈവിക പദ്ധതി അനുസരിച്ച് അവൻ ജീവിക്കുന്നുവെങ്കിൽ അവൻ ചെല്ലുന്നിടത്ത് ഒരു അനുഗ്രഹമായി മാറും. അത് മറ്റുള്ളവർ തിരിച്ചറിയുന്നതിനിടയായിത്തീരും. ലാബാൻ പറയുകയാണ്, യാക്കോബേ, നീ എന്നെ വെറുതെ സേവിക്കണ്ട, നിനക്ക് പ്രതിഫലം തരാം. അപ്പോൾ യാക്കോബ് പറയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശ്യം, എൻ്റെ മാതാപിതാക്കൾ എന്നെ പറഞ്ഞു വിട്ടതിൻ്റെ ഉദ്ദേശ്യം വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട റാഹേലിനെ എനിക്ക് വേണം. ലാബാൻ പറഞ്ഞു, കുഴപ്പമില്ല, റാഹേലിന് വേണ്ടി 7 വർഷം നീ എന്നെ സേവനം ചെയ്യാൻ. ഇവിടെ നമ്മൾ കാണുന്ന അന്നത്തെ സമ്പ്രദായം സ്ത്രീ ധനത്തിന് വേണ്ടിയാണ്. നമ്മുടെ നാട്ടു നടപ്പ് നേരെ തിരിച്ചാണെങ്കിൽ അന്ന് പലസ്തീനിലെ സമ്പ്രദായം അനുസരിച്ച് സ്ത്രീക്ക് വേണ്ടി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് 7 വർഷം സേവ ചെയ്തു. ഓർക്കുക, ഇവിടെ യാക്കോബിനോടുകൂടെ അവരൊരു ഭവനത്തിലാണ് കഴിയുന്നത്. റാഹേലുണ്ട്, ലേയുണ്ട്, അവരുടെ ദാസിമാരുണ്ട്, മറ്റനേക പെൺകുഞ്ഞുങ്ങളുണ്ടാകാം, ദാസന്മാരുണ്ട്. വലിയൊരു ഭവനമായി തീർന്നു. ഇവിടെ 7 വർഷം റാഹേലിന് വേണ്ടി സേവ ചെയ്തു. 29 അധ്യായത്തിൻ്റെ 20 അത് പറയുന്നത്, അവൻ 7 വർഷം സേവനം ചെയ്തു. അത് ഏതാനും ദിവസം പോലെ തോന്നി. അത്രമാത്രം പ്രേമവും സ്നേഹവുമായിരുന്നു റാഹേലിന് വേണ്ടി തനിക്ക് ആഗ്രഹമായിരുന്നു. എന്നാൽ ലേയയാണ് അന്ന് പിതാവ് കൊണ്ടുകൊടുത്തത് നമുക്കറിയാം. അവിടെ രസകരമായിരിക്കുന്ന ഒരു കാര്യം, ലേയായിട്ട് ലേയാന്ന് അവൻ മനസ്സിലായില്ല. പിറ്റേന്നാണ് മനസ്സിലായത്. ഓർത്തു നോക്ക്, സ്നേഹിക്കുന്ന പ്രേമിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും തിരിച്ചറിയണം ശബ്ദത്തിലൂടെ എല്ലാം. എന്നാൽ യാക്കോബ് അത് മനസ്സിലാക്കിയില്ല. കാരണം എന്ത്? യാക്കോബ് വിശുദ്ധനായിരുന്നു. താൻ തന്നെ സൂക്ഷിച്ചിരുന്നു. താൻ ഒരു അതിര് വിട്ട് ആ കുഞ്ഞുങ്ങളോട് ഇടപെടുവാൻ ഒരു സാധ്യതയുമില്ല. കാരണം എന്താണ്? താൻ വന്ന ഒരു ദൗത്യത്തിൻ്റെ പുറത്താണ്. തന്നെ അയച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവന് വിശുദ്ധി സൂക്ഷിച്ചു.
യാക്കോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പല കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. നമ്മൾ 29 അധ്യായത്തിൻ്റെ 31 വാക്യത്തിൽ വരുമ്പോൾ വായിക്കുന്നത്, ലേയ വാസ് ഹേറ്റഡ്. യാക്കോബ് ലേയെ ദ്വേഷിച്ചു. അവിടെ വലിയൊരു സന്ദേശം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ലേയയുടെ ഗർഭപാത്രം ദൈവം തുറന്നു. ദൈവം എപ്പോഴും റിജക്റ്റഡ് ആയിട്ടുള്ള, തിരസ്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളോടുകൂടിയാണ് ദൈവമുള്ളത്. യാക്കോബ് ലേയെ കണ്ട് ലേയെ ഇഷ്ടമില്ലാത്തതിനാൽ അവളെ തിരസ്കരിച്ചുവെങ്കിൽ തിരസ്കരിക്കുന്നവരെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്നത്. പ്രിയ ദൈവത്തിലെ നിന്നെ ആരെങ്കിലും തിരസ്കരിക്കുന്നെങ്കിൽ ഓർക്കുക, അത് നിനക്കൊരു പ്ലസ് പോയിൻ്റാണ്. നിൻ്റെ വേദന, നിൻ്റെ ഭാരം ആ ദൈവത്തിൻ്റെ അനുഗ്രഹമായി നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുകയാണ്. അതാണ് ഈ ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. യാക്കോബിനെക്കുറിച്ച് പൊതുവേ ഉള്ള ഒരു ചിന്ത, താൻ വലിയ തന്ത്രത്തിലൂടെ ഇതെല്ലാം നേടിയെടുത്തുന്ന. ഒരിടത്ത് പോലും യാക്കോബ് തന്ത്രം പ്രയോഗിച്ച് നമ്മൾ കാണുന്നില്ല. നേരെ മറിച്ചാകട്ടെ, ലാബാൻ അനേക പ്രാവശ്യം തൻ്റെ പ്രതിഫലം മാറ്റി, 10 പ്രാവശ്യം മാറ്റി. ഈ ലാബാൻ്റെ പ്രവൃത്തിയെ കാണുന്ന ദൈവം യാക്കോബിനൊരു പദ്ധതി സ്വപ്നത്തിൽ വന്ന് കൊടുത്തതായിട്ട് നാം വായിക്കുന്നു. 31 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ പറയുകയാണ്, ദൈവമാണ് ആ പ്ലാൻ കൊടുത്തത്. എന്ത്? വെള്ളയും മറുകുമുള്ള ആടുകളെ പ്രസവിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി നൽകിയത്. ഇവിടെ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശ്യം, ദൈവം ഒരു പ്രത്യേക സന്ദേശം നമുക്ക് തരുന്നത്. ഇനി യാക്കോബ് മറിച്ചാണൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതങ്ങനെ സംഭവിക്കുമായിരുന്നു. കാരണം എന്താണ്? നിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ദൈവത്തിലെ നീ പറയുന്നതിന്മേൽ പ്രവർത്തിപ്പാൻ, നിൻ്റെ വിശ്വാസത്തിന്മേൽ പ്രവർത്തിപ്പാൻ ദൈവം കൊതിക്കുന്ന ദൈവമാണ് നിൻ്റെ ദൈവം. എങ്ങനെയാണെങ്കിൽ അവൻ്റെ പദ്ധതിയിൽ, ദൈവിക വിളിയിൽ, ദൈവിക പ്ലാനിൽ നീ നിലനിൽക്കുന്നുവെങ്കിൽ നീ പറയുന്നത് നടപ്പിൽ വരുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് പ്ലാനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൽ വരുമ്പോഴേക്കും കൃത്യമായ ഒരു പിക്ചർ നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. അതിലിങ്ങനെയാണ് 31 ആദ്യത്തിൽ, എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു, ഞങ്ങളുടെ അപ്പൻ്റെ വകകൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാൻ്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകൾ അവൻ കേട്ടു. യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? യാക്കോബ് മൂലം അനുഗ്രഹിക്കപ്പെട്ടൊന്ന് ലാബാന് തന്നെ തിരിച്ചറിയാം. ഇപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത്. യാക്കോബ് ലാബാൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്ന പോലെ അല്ല എന്ന് കണ്ടു. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിൻ്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക്, നിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നരുളി ചെയ്തു. ഇവിടെ യാക്കോബ് അല്ല ഈ പ്ലാൻ ചെയ്യുന്നത്, ദൈവം പറഞ്ഞിട്ടാണ് താൻ മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഓർക്കുക, നിൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖം കറുക്കുമ്പോൾ, നിന്നോട് ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് അതൊരു പദ്ധതി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഉദ്ദേശ്യമുണ്ട്. അതൊരിക്കലും അവരുടെ ഒരു കുഴപ്പമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 31:22 നമ്മളിങ്ങനെ വായിക്കുകയാണ്, യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലിയാദ് പർവ്വതത്തിൽ അവനോട് ഒപ്പമെത്തി. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാൻ്റെ അടുക്കൽ വന്ന അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. ഓർക്കണം, നീ ദൈവിക പദ്ധതിയിൽ നിന്നാൽ ഒരു മനുഷ്യൻ നിൻ്റെ നേരെ ഉതിർക്കുവാൻ, ആ പദ്ധതി തകർക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ലാബാനോട് പറയുക, സൂക്ഷിച്ച് തൊട്ടുപോയേക്കരുത് എന്നാണ് യഥാർത്ഥത്തിൽ യാക്കോബിനോട്, ലാബാനോട് ദൈവം പറയുന്നത്. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ലാബാൻ ഓടി ചെന്ന് യാക്കോബിനെ പിടിച്ചു. അതിൻ്റെ വസ്തുവകളൊക്കെ നോക്കി, തൻ്റെ ഗ്രഹബിംബം നഷ്ടപ്പെട്ടു എന്ന് കണ്ടു. പക്ഷേ അത് കണ്ടെത്താൻ ഒത്തിയില്ല. അപ്പോഴേക്ക് യാക്കോബിന് കോപം ജ്വലിച്ചു. ഈ ഭാഗം വളരെ ഹൃദയവും വളരെ നമ്മളെ വെല്ലുവിളി ഉണർത്തുന്ന യാക്കോബിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. ഞാൻ വായിക്കാം. അതിന് 36, അപ്പോൾ യാക്കോബിന് കോപം ജ്വലിച്ചു, അവൻ ലാബാനോട് വാദിച്ചു. യാക്കോബ് ലാബാനോട് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ കുറ്റമെന്ത്? നീ ഇത്ര ഉഗ്രതയോടെ എൻ്റെ പിന്നാലെ ഓടി വരേണ്ടതിന് എൻ്റെ തെറ്റെന്ത്? നീ എൻ്റെ സാധനങ്ങളൊക്കെയും ശോധന കഴിച്ചുവല്ലോ. നിൻ്റെ വീട്ടിലെ സാധനങ്ങൾ വല്ലതും കണ്ടുവോ? എൻ്റെ സഹോദരന്മാർക്കും നിൻ്റെ സഹോദരന്മാർക്കും മുമ്പാകെ ഇവിടെ വയ്ക്കുക. അവർ നമുക്ക് 20 മധ്യേ വിധിക്കട്ടെ. ഈ 20 സംവത്സരം ഞാൻ നിൻ്റെ അടുക്കൽ പാർത്തു. നിൻ്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചിഹ്നനാശം വന്നില്ല. നിൻ്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായി തീർന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതായി. 20 സംവത്സരം ഞാൻ നിൻ്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിൻ്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിൻ്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു.
10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. എൻ്റെ പിതാവിൻ്റെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. ഇവിടെ ഓർത്തു നോക്ക്, യാക്കോബ് പറയുകയാണ്, രാത്രിയും പകലും ഞാൻ നിന്നെ സ്നേഹിച്ചു, നിന്നെ സേവിച്ചു. ലാബാൻ്റെ കൂട്ടത്തിൽ നിന്നും കടിച്ചു കീറിപ്പോയതിനെ യാക്കോബിൻ്റെ അക്കൗണ്ടിലിട്ടു. അവിടെ വളരെ വളരെ ഗൗരവമായൊരു കാര്യമുണ്ട്. യാക്കോബ് പറയുക, ഞാൻ ഒരാടിനെ പോലും നിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണത്തിന് എടുത്തിട്ടില്ല. നമ്മളാണെങ്കിൽ അമ്മായപ്പൻ്റെ സാധനം എല്ലാം അടിച്ചു മാറ്റും. യാക്കോബ് പറയുകയാണ്, ഞാൻ എടുത്തില്ല. മാത്രമല്ല, ഞാൻ നിന്നെ സേവിച്ചു. കളവ് പോയതിനെ നീ എന്നോട് ചോദിച്ചു, എന്ത് നിനക്ക് നഷ്ടം സംഭവിച്ചു അതെല്ലാം എന്നിൽ നിന്നെടുത്തു. അങ്ങനെ ദുഷ്ടത എന്നോട് പ്രവർത്തിച്ചു. എൻ്റെ പിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ എന്നെ വെറുതെ വിട്ട് കളയുമായിരുന്നു. അവിടെയും ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് യാക്കോബ്. മനുഷ്യൻ്റെ ലാബാൻ്റെ സമ്പത്ത് കണ്ട് അതിനെ കൊതിച്ചവനല്ല. ലാബാൻ 20 വർഷക്കാലം യാക്കോബ് അധ്വാനിച്ചതിൻ്റെ ഫലമാണ് അവന് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവം അവന് നൽകിയതാണ്. ഇവിടെ യാക്കോബിൽ നിന്ന് ഈ വിവരണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന്, ഹി വാസ് എ മാൻ ഓഫ് എത്തിക്സ്. അവൻ ധാർമ്മികത ഉള്ളവനായിരുന്നു, അവൻ ഇൻറ്റഗ്രിറ്റി ഉള്ളവനായിരുന്നു, അവൻ സത്യസന്ധനായിരുന്നു, അവൻ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു, അവൻ മൊറാലിറ്റി സദാചാരമുള്ളവനായിരുന്നു, ചാരിത്രം സൂക്ഷിച്ചവനായിരുന്നു, അവൻ ഒബീഡിയൻ്റ് ആയിരുന്നു, അവൻ അനുസരണമുള്ളവനായിരുന്നു, അവൻ പേഷ്യൻസ് ഉള്ളവനായിരുന്നു, സഹനമുള്ളവനായിരുന്നു, ക്ഷമയുള്ളവനായിരുന്നു, അവൻ കമ്മിറ്റഡ് ആയിരുന്നു, അവൻ സമർപ്പണമുള്ളവനായിരുന്നു, അവൻ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അവൻ കഠിനാധ്വാനിയായിരുന്നു. മാത്രമല്ല, ഹി ഫോട്ട് against all odds and he won by his God. മാത്രമല്ല, he fought against odd situations, trusting in his God and he won. അവൻ പ്രതികൂല സാഹചര്യങ്ങൾക്ക് എതിരെ അധ്വാനിച്ച് പടപൊരുതി തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതികൂലങ്ങൾക്കെതിരെ പൊരുതി ജയിച്ചവനാണ് യാക്കോബ്. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, പ്രത്യേക ഒരു ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കവനാണ്. അവൻ്റെ വിളിയിൽ നിന്നതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരുന്നതാണ്. നാം ഓർക്കേണ്ടത്, നമ്മെ ദൈവം വിളിച്ചുവെങ്കിൽ, പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഈ ഭൂമിയിലാക്കിയിരിക്കുന്നുവെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവ് ഇസഹാക്കിൻ്റെ ദൈവമായുള്ളവേ, നിൻ്റെ ദേശത്തേക്ക് നിൻ്റെ ചാർച്ചക്കാരുടെയും അടുക്കിലേക്ക് മടങ്ങിപ്പോകുക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. പ്രിയ ദൈവത്തിലെ, ഇത് നമ്മളോട് ദൈവം ഓർമ്മപ്പെടുത്തുന്നത്, ഈ പ്രാർത്ഥനയിലൂടെ യാക്കോബ് നമ്മളോട് സംസാരിക്കുന്നത്, ദൈവത്തെ, തൻ്റെ വാഗ്ദത്തങ്ങളെ യാക്കോബ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കണം, നമ്മളത് വിശ്വസിക്കണം, നമ്മളത് ഏറ്റുപറയണം, അതിൽ നിന്ന് പ്രതീക്ഷിക്കണം. ദൈവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഹാസൻ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ സ്പീഡപ്പ് ആക്കണം. അതാവശ്യമാണെന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ 32-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ വരുമ്പോഴേക്കും നാം കാണുന്നത്, യാക്കോബ് ജാബോക്ക് കടവ് കടന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ 28-ാം വാക്യത്തിൽ പറയുന്നത്, താൻ കടന്നതിന് ശേഷം ഇക്കരെ താൻ ഏകനായി, തനിക്കുള്ളതെല്ലാം അക്കരയാക്കി. യാക്കോബ് ഒന്ന് തിരിച്ചറിഞ്ഞു, എൻ്റെ കൂടെയുള്ള ഈ കൂട്ടങ്ങളല്ല എൻ്റെ അനുഗ്രഹം, എൻ്റെ ഭാര്യമാരോ മക്കളോ ഈ സമ്പത്തോ അല്ല എൻ്റെ അനുഗ്രഹം. എൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്തമാണ് എൻ്റെ അനുഗ്രഹം. എന്നാൽ വാഗ്ദത്തത്തിനെതിരായി തടസ്സമായി നിൽക്കുന്നത്, തന്നെ ശത്രുവായി വിചാരിച്ചു കൊണ്ടിരുന്ന, തന്നെ കൊല്ലുവാൻ തക്കം നോക്കിക്കൊണ്ടിരുന്ന ജ്യേഷ്ഠനിത വലിയ കൂട്ടമായി തനിക്കെതിരെ വരുന്നു എന്ന് തനിക്ക് ബോധ്യമായി. അപ്പോൾ ആ വാഗ്ദത്തം മുടങ്ങരുത്. അതിനവൻ ചെയ്ത പണിയാണ്, അവൻ കൂട്ടങ്ങളെ വേർതിരിച്ചു. അവൻ അതിനുശേഷം എന്ത് ചെയ്തു? അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ വെച്ച് പറയുകയാണ്, ദൈവദൂതൻ ചോദിക്കുകയാണ്, നിൻ്റെ പേര് എന്ത്? പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്,
താൻ ജനിച്ചപ്പോൾ തൻ്റെ പിതാക്കന്മാർ, തൻ്റെ മാതാവും പിതാവിന് യാക്കോബ് എന്ന് പേരിട്ടു. എന്താണ് യാക്കോബ് എന്ന പദത്തിൻ്റെ അർത്ഥം? നാം ഉബായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കി വെച്ചു. എന്നാൽ പകരക്കാരൻ എന്നാണ് അർത്ഥം. കുതികാൽ പിടിക്കുന്നവൻ എന്നാണ് അർത്ഥം. വലിയൊരു അകർത്ഥം മാത്രമേ ഉള്ളൂ യാക്കോബ് എന്നാൽ ഉബായി എന്ന് ചിന്തിക്കാവുന്നതുള്ളൂ. എന്താണ്? തൻ്റെ മാതാപിതാക്കൾ കണ്ടപ്പോൾ തന്നെ കുതികാൽ പിടിക്കുന്നവനായിട്ടാണ് കണ്ടത്. ദൈവം കണ്ടതുപോലെ വാഗ്ദത്ത സന്തതിയായിട്ടല്ല കണ്ടേ. പ്രിയ ദൈവത്തിലെ, ഒരുപക്ഷെ നിൻ്റെ മാതാവും പിതാവും നിന്നെ പേരിടുന്നതോ നിന്നെ വിളിക്കുന്നതോ നിന്നെ അഭിസംബോധന ചെയ്യുന്നതോ അവർക്ക് തോന്നുന്നത് പോലെ ആയിരിക്കാം. എന്നാൽ ദൈവത്തിന് നിൻ്റെ ഒരു ഉദ്ദേശ്യമുണ്ട്. ദൈവം ആഗ്രഹിച്ച ആ പേരൊന്ന് മാറ്റണം. ഏത് പേര്? മനുഷ്യനിട്ട പേര്, കാഴ്ചയിലൂടെ ഇട്ട പേര്, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതപ്പെട്ട യാക്കോബ് എന്ന, പകരക്കാരനെന്ന, കുതികാൽ പിടിക്കുന്നവൻ എന്നുള്ള ആ പേരൊന്ന് മാറ്റിയെഴുതണം. എന്താണ് ദൈവം ചോദിക്കുന്നത്? നിൻ്റെ പേരെന്ത്? അവിടെ ദൈവം പറയുകയാണ്, ഇനി നീ യാക്കോബല്ല. ദൂതൻ പറയുകയാണ്, ഇനി നീ യാക്കോബല്ല, പക്ഷെയോ നീ ഇസ്രായേൽ എന്ന് പേരാകും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹി വിൽ റൂൾ ആസ് ഗോഡ്. ദൈവത്തെ പോലെ ഭരിക്കുന്നവൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, വിളിക്കനുസരിച്ച് നിലനിന്ന യാക്കോബ്, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നിന്ന യാക്കോബിനെ ദൈവം പറയുക, ഇനി നീ യാക്കോബ് എന്നല്ല അറിയപ്പെടുന്നത്, പക്ഷെ നിന്റെ പേരിൽ അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? ഞാൻ ഇസ്രായേലിൻ്റെ ദൈവം എന്നറിയപ്പെടും. പ്രിയ ദൈവത്തിലെ, ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ പേരിൽ ദൈവം അറിയാനാ. എങ്ങനെയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ വിളിയിൽ നിന്നാൽ ജനം പറയും, ആളുകൾ പറയും, ഇതാ ഇന്നാരുടെ ദൈവം. എനിക്ക് പറയാനായിട്ട് കഴിയും, കുഞ്ഞുമോൻ ജോഷുവയുടെ ദൈവം എന്ന് ദൈവം പറയണമെങ്കിൽ ദൈവീക പദ്ധതിയിൽ ഞാൻ നിൽക്കണം. നമ്മൾ ഓരോരുത്തരും നിലനിന്നെങ്കിൽ മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. 32-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലേക്ക് കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൂതൻ അവനെ 0 ആക്കി. അവൻ തിരിച്ചറിഞ്ഞു, ഇതൊന്നുമല്ല അനുഗ്രഹം, വാഗ്ദത്ത നിവൃത്തിയാണ് അവൻ്റെ അനുഗ്രഹം എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ സംഭവത്തിൽ നിന്നും നമ്മൾ കാണുന്ന ഒരു കാര്യം, ജേക്കബ് വാസ് ചോസൺ ബൈ ഗാഡ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. ആൻഡ് അപ്പോയിൻറ്റഡ് ബൈ ഹിസ് പാരൻസ് ഫോർ എ സ്പെഷ്യൽ മിഷൻ. ദൗത്യത്തിനു വേണ്ടി തൻ്റെ മാതാപിതാക്കളാൽ നിയോഗിക്കപ്പെട്ടവനായിരുന്നു യാക്കോബ്. ഇങ്ങനെയുള്ളവൻ്റെ ആവശ്യങ്ങൾ ദൈവം എന്നേക്കും നിറവേറ്റിയിരിക്കും. അവൻ യാതൊന്നും ചെയ്തില്ലെങ്കിലും, പ്രതികൂലങ്ങളായിക്കോട്ടെ, പ്രതിസന്ധികളായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, സകലരും തനിക്കെതിരായിക്കോട്ടെ, എങ്കിലും ദൈവിക പദ്ധതിയിൽ നിലനിന്നാൽ ദൈവം ആ പ്രൊവിഷൻസ് നൽകി അത് പൂർത്തീകരണത്തിലേക്ക് നടത്തും. നാം ഇവിടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണുന്നത്, തൻ്റെ പിതാവ് ദൈവിക പദ്ധതിയെ തകർത്ത് കളയുവാൻ ശ്രമിച്ചു. ദൈവിക പദ്ധതിക്ക് സപ്പോർട്ടായി തൻ്റെ മാതാവ് ശ്രമിച്ചു. തൻ്റെ സഹോദരൻ തനിക്കെതിരെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. താൻ കടന്ന് ആശ്രയത്തിനായി ചെന്ന ലാബാൻ തന്നെ ദുരുപയോഗം ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ലോകത്തുള്ള സകലരും വിളിയുള്ളവനുമെതിരെ നിൽക്കുമ്പോൾ, വിളിക്കപ്പെട്ടവനെതിരെ, പദ്ധതിക്ക് വേണ്ടി ദൈവത്തിനാൽ നിയോഗിക്കപ്പെട്ടവനെതിരെ ലോകത്തിലുള്ള സകലരും നിലനിന്നാലും, ദൈവത്തിൻ്റെ വചനത്തിലൂടെ, യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്, അവൻ നേരെ നടക്കും, അവൻ്റെ പ്രവൃത്തി സാധ്യമാക്കും. അവനെ തകർത്ത് കളയുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ്റെ വാഗ്ദത്ത നിവൃത്തിക്ക് ഒരുത്തൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല. നിൻ്റെ അപ്പനും നിന്നെ സഹായിക്കണ്ട, അമ്മയെ സഹായിക്കണ്ട, സഹോദരങ്ങൾ സഹായിക്കണ്ട, നിന്നെ കരുതേണ്ടവർ നിന്നെ കരുതണ്ട, നിന്നെ ബഹുമാനിക്കേണ്ടവർ, നിന്നെ പോറ്റിപ്പുലർത്തേണ്ടവർ ആരും നിന്നെ നോക്കിയില്ലെങ്കിലും, ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് നിന്നെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നു തിരിച്ചറിഞ്ഞ് ആ ദൈവിക വിളിയിൽ നിന്നാൽ, ഈ യാക്കോബിൻ്റെ ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്നത്, യാക്കോബിനെ പോലെ ദൈവിക വിളിയെ തിരിച്ചറിഞ്ഞ്, ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് ആ വിളിയിൽ നിലനിന്നാൽ, ആ വിളിയിൽ വിശുദ്ധനായി നിന്നാൽ, സത്യസന്ധനായി നിന്നാൽ, ആത്മാർത്ഥതയുള്ളവനായി നിന്നാൽ, അധ്വാനശീലമുള്ളവനായി നിന്നാൽ, വിശ്വസ്തനായി നിന്നാൽ, ലോകത്തുള്ള സകലരും എതിരായി നിന്നാലും, ഇന്നും ലോക ചരിത്രം വിളിച്ചു പറയുന്നത്, ഇന്ന് ലോക ചരിത്രം ചുറ്റിത്തിരിയുന്നത് ഇസ്രയേൽ എന്ന ഒരൊറ്റ രാജ്യത്തിന് ചുറ്റുമാണ്. ലോകത്തിൽ വരുന്ന എല്ലാ ന്യൂസും എന്തെങ്കിലും ന്യൂസായി മാറുന്നത് ഇസ്രായേൽ പറയുമ്പോഴാണ്.
എന്തുകൊണ്ടാണ്? അന്ന് ദൈവം കൊടുത്ത വാഗ്ദത്തം, നിന്റെ പേരിൽ ഞാൻ അറിയപ്പെടും, ഇസ്രായേലിൻ്റെ പേരിൽ അറിയപ്പെടും. ഇന്ന് ചരിത്രത്തെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും, ദൈവവചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും, ഇസ്രായേൽ എന്ന രാജ്യത്തെ നോക്കുന്ന ഒരു വ്യക്തിക്കും മനസ്സിലാകും, ഒരു ജീവനുള്ള ദൈവം ഉണ്ട് എന്നും, മാത്രമല്ല ഈ ദൈവത്തിൻ്റെ വചനം പരമാർത്ഥ സത്യമാണെന്നും. അതുകൊണ്ട് എൻ്റെ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ദൈവം നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചതാ. നീ ജനിക്കുന്നതിന് മുൻപേ, പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപേ അവന് നിന്നെ കണ്ടെടുത്തതാ. നിന്നെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, തൻ്റെ മഹത്വത്തിന് വേണ്ടി ഇവിടെ ആക്കിയിരിക്കുന്നുവെങ്കിൽ ആ വിളിയിൽ നിലനിന്നാൽ നിനക്കെതിരായി എന്ത് പ്രതികൂലം വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ആരൊക്കെ നിന്നോട് എതിർത്താലും അത് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തന. അവനത് നിർവഹിക്കും. അവൻ്റെ വാഗ്ദത്തത്തിൽ, അവൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക, അവന് നന്ദി കരേറ്റുക, സ്തോത്രം കരേറ്റുക. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.